പക്ഷെ എത്ര പേര് കാണുന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും എന്താ, എനിക്ക് വീഡിയോസൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മാത്രം കേട്ടോ ഞാൻ ചെയ്യുന്നത്. എന്തുവാടി ഞാൻ വീഡിയോ എടുത്തോണ്ടു. നമുക്കിന്നൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ? നല്ല അടിപൊളി ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. ഓക്കെ, എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കാം. പിന്നെ കുറച്ച് വിശേഷങ്ങളും കേൾക്കാം. ഓക്കെ, ഇവിടെ ഞാനേ ഈ സബോളയും ഇഞ്ചിയൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. റെഡിയാക്കി മീൻസ് അതിന് നമുക്കൊന്ന് അരിഞ്ഞെടുത്താൽ മാത്രം മതി. അപ്പോഴേ കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ എന്ത് വീഡിയോസാ ചാനലിൽ ഇങ്ങനെ ഇടുന്നത്? ഇടയ്ക്ക് പാട്ട് പാടുന്ന കാണാം, ഇടയ്ക്ക് കുക്ക് ചെയ്യുന്ന കാണാം, പിന്നെ ഇടയ്ക്ക് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്ന കാണാം. അങ്ങനെ ഒരു സ്ഥിരതയില്ലാത്ത രീതിയിൽ എന്താ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ചില സമയത്ത് കമൻറ്റ് കാണാം. പിന്നെ എൻ്റെ വീഡിയോസ് കൂടുതലും കാണുന്നത് ലേഡീസാണ് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ കുറേ പ്രോഡക്ട്സുകളുടെ റിവ്യൂസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ എൻ്റെ ചാനലിൽ. അപ്പോൾ ഞാൻ ആ സെയിം പ്രോഡക്ട്സ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചിലതൊക്കെ ഇടയ്ക്ക് ചേഞ്ച് ചെയ്യാറുണ്ട്. ചേഞ്ച് ചെയ്യുന്ന സമയത്താണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അതിനെക്കുറിച്ചുള്ള വീഡിയോ ഇടുന്നത്. അതും നമുക്ക് ഉടനെ ഇടാൻ പറ്റത്തില്ലല്ലോ. അതെങ്ങനെ യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്നൊക്കെ നമ്മൾ അതിനൊന്ന് എന്താ അത് തേച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമല്ലേ നമുക്കതിൻ്റെ വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ടാണ് കേട്ടോ അങ്ങനത്തെ വീഡിയോസിനൊക്കെ ടൈം എടുക്കുന്നത്. ഈ അടുത്ത് ഞാനൊരു വീഡിയോ ഇട്ടെന്ന് വെച്ചാൽ നമ്മൾ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഹെയറിൻ്റെ ഹെയർ ലോസിനും വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനെ കുറിച്ചും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് കുറേ ആൾക്കാർ കമൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ 2013 എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര അങ്ങ് വൈറലായിട്ട് ഒരുപാട് എന്താ പറയുക, ഇപ്പോഴത്തെ ആൾക്കാർ അതിൽ നിന്നും വരുമാനം കണ്ടെത്താം അങ്ങനത്തെ രീതിയിലൊന്നും അല്ല കേട്ടോ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇടാം എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാട് ഫോളോവേഴ്സും ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഒരുപാട് ഫോളോവേഴ്സും കമൻറ്റും ലൈക്കും ഒന്നും ഉള്ള ഒരു ചാനലല്ല എൻ്റെത്. എൻ്റെ ചാനൽ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റുകളൊക്കെ കുറച്ചൊക്കെ ഇടുമ്പോഴത്തേനും ചെറിയ രീതിയിൽ ലൈക്കും കമൻറ്റും ഒക്കെ വരാറുണ്ട്. അതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഒരു ചെറിയ രീതിയിൽ പോകുന്ന ഒരു ചാനലാണ്. ഓക്കെ, അപ്പോൾ എന്നെക്കുറിച്ച് അറിയാത്തവർക്ക് ഞാൻ പറയാം. എൻ്റെ ചാനലിൻ്റെ പേര് അനീഷ ഷാഹിർ ഒഫീഷ്യൽ എന്നാണ്. എൻ്റെ പേര് അനീഷ ഷാഹിർ എന്നാണ്. ഞാനൊരു സിംഗറാണ്. പിന്നെന്താ, അബുദാബിയിലാണ് ഞാൻ താമസിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. ബീഫ് ഉണ്ടാക്കാന്നൊക്കെ ആയിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അത് പിന്നെ പ്ലാൻ മാറ്റിയിട്ട് ചിക്കൻ തന്നെ ആക്കി. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് അരച്ചെടുക്കാം. ഓക്കെ, പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ ഈ ചിക്കൻ, മട്ടൺ, ബീഫ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നൊന്നും വാങ്ങിക്കത്തില്ല. മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ നമ്മൾ ചിക്കനോ മട്ടണോ ബീഫോ ഒക്കെ വാങ്ങിക്കത്തുള്ളൂ. പിന്നെ ഈ ചെമ്മീൻ അങ്ങനത്തെ തന്നെ കൂടിയ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വാങ്ങിക്കണമെങ്കിൽ നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം ഏതെങ്കിലും ഒരു ഐറ്റം, ഒന്നെങ്കിൽ മട്ടൺ അല്ലെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ ബീഫ്, അങ്ങനെയായിരുന്നു കേട്ടോ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ. ഇനി നമുക്ക് ചോറിന് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് വേണമല്ലോ. നമ്മുടെ ഈ ഏലക്ക, ഗ്രാമ്പൂ അങ്ങനത്തെ. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ നമുക്ക് എടുത്തിടാം. ഇത് കണ്ടോ, ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ചിലതൊക്കെ തീർന്നു പോയപ്പോൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ ഉണ്ടോ, ഇത് ഉമ്മച്ചിയുടെ നാട്ടിലത്തെ എന്താ പറയുക ദശമൂല ഹരിതലേഹ്യത്തിൻ്റെ ഒരു കുപ്പിയിൽ ഉമ്മച്ചി ഇട്ട് വെച്ചിരുന്ന കുറച്ച് സാധനങ്ങളാണ്. ഇതിനകത്ത് ജാതിക്ക, പിന്നെ അങ്ങനത്തെ സംഭവങ്ങൾ, തക്കോലം, ഗ്രാമ്പൂ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. സോ അതൊക്കെ നമുക്ക് നേരത്തെ തന്നെ എടുത്തൊരു പാത്രത്തിലാക്കി വെക്കാം. കുറേ നാളായിട്ടോ ഞാനിങ്ങനെ ലോങ് വീഡിയോസ് എടുത്തിട്ട് ഒത്തിരി നാളായി. ഭയങ്കര ബുദ്ധിമുട്ടാണ് കുക്കിങ്ങും വീഡിയോ എടുക്കലും കൂടി. ഇന്ന് ഏതായാലും അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് കുറച്ച് ആവശ്യമുള്ളൂ, അധികം ആവശ്യമില്ല. സോ നമ്മളെല്ലാ ഐറ്റവും കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്, നമ്മൾ ഈ കുക്കറിനകത്ത് തന്നെയാണ് ദമ്മിട്ട് വെക്കുന്നത്. സോ നമുക്ക് ഇതിനകത്ത് തന്നെ എന്താ പറയുക ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ ഒരു ലെയറായിട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ തട്ടായിട്ട് ഇട്ടിട്ട് ദമ്മിടുന്ന പരിപാടിയൊന്നും നമുക്കില്ല. അതൊക്കെ വലിയ കല്യാണത്തിനൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ, സത്യം പറഞ്ഞാൽ ഈ ക്യാമറ സെറ്റ് ചെയ്ത് വരാൻ തന്നെ എനിക്ക് കുറേ അധികം സമയം എടുക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ ഇത് വെച്ച് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് കുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയൊരു സംഭവമാണ്. സോ ഞാൻ ഇത് കുറേ ടൈം ആവുന്നുണ്ട് എനിക്ക്. അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് പടപടയെന്നെല്ലാം കുക്ക് ചെയ്തിട്ട് എവിടെയെങ്കിലും പോയി സമാധാനമായിട്ടിരിക്കും. പക്ഷെ അതല്ലല്ലോ, ഇടയ്ക്കൊക്കെ നമ്മൾ റിസ്ക് എടുക്കാൻ വേണ്ടി റെഡി ആവണം.
അപ്പം നമ്മുടെ സബോളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം റെഡി ആയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലുണ്ടല്ലോ തലശ്ശേരി ആണെന്ന് തോന്നുന്നുണ്ട്, തലശ്ശേരി ബിരിയാണി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, അതിലവർ മസാലയൊന്നും ചേർക്കാറില്ല. മഞ്ഞപ്പൊടി, കുരുമുളക്, ഗരം മസാലയൊക്കെ ആയിരിക്കും അവരിടുന്നത്. അപ്പം നമ്മൾ ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ തെക്കോട്ട്, അതായത് കോട്ടയം പിന്നെ കൊല്ലം ആ സൈഡിലോട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് മസാല ഇടും. അപ്പോൾ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കുമ്പോഴും ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്, അതിനകത്തോട്ട് നമ്മുടെ ഈ സബോള ഇട്ട് കൊടുക്കാം. ഉള്ളതിൽ വെച്ചിട്ട് കുറച്ച് വലിയൊരു കയ്യിൽ തവി എന്ന് പറയും, കയ്യിൽ എന്ന് പറയും, നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്ത് പറയുമെന്ന് അറിയത്തില്ല. അപ്പം അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇളക്കി കൊടുക്കാം. ഇനി പെട്ടെന്ന് നമുക്ക് വഴണ്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ലാസ്റ്റ് ടൈം ബിരിയാണി ഉണ്ടാക്കിയത് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അത്തച്ചി ഇവിടെ വന്ന് നിന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ബിരിയാണി ഉണ്ടാക്കി, ചെന്നൈ ബിരിയാണി എന്ന് പറഞ്ഞിട്ട്. അത് പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ, അതൊരു വെറൈറ്റിയാണ് കേട്ടോ. കുറച്ച് എണ്ണയൊക്കെ കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്നതാണ്. ഇവിടെ നമ്മൾ അധികം എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല, എന്താ പറയുക, കുറച്ച് ഓയിൽ, നെയ്യായാലും നമ്മൾ അധികം യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ മാറ്റി നിർത്താൻ പറ്റത്തില്ല, അടിപൊളി സാധനമാണ് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു വന്നല്ലോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഉള്ളത് അബുദാബിയിലാണ്. നാട്ടിൽ എൻ്റെ വീടെന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയാണ്, കൊല്ലത്ത് പത്തനാപുരത്താണ് എൻ്റെ വീട്. പിന്നെ ഹസ്ബൻഡിൻ്റെ വീടെന്ന് പറയുന്നത് കോട്ടയം ഈരാറ്റുപേട്ടയാണ്. ഈരാറ്റുപേട്ട എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ സ്ഥലമാണ് കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ ഇടയ്ക്കൊക്കെ കാണിക്കാറുണ്ടല്ലോ. ഞാൻ എന്താ ഓരോ സ്ഥലങ്ങൾ, ഇല്ലിക്കക്കല്ല്, വാഗമണ്ണ്, അങ്ങനെ തീക്കോയി, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ കോട്ടയത്ത്. കൊല്ലത്ത് ഞങ്ങൾക്ക് കുറേ സ്ഥലങ്ങളുണ്ട്, പക്ഷെ അതൊന്നും ഞാൻ അങ്ങനെ വീഡിയോയിലൊന്നും കാണിച്ചിട്ടൊന്നുമില്ല. എൻ്റെ വീടിരിക്കുന്ന സ്ഥലം തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട്. അതൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റയിലും FB-യിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ആയിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഈ വീഡിയോസൊക്കെ എത്ര പേര് കാണുന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും എന്താ, എനിക്ക് വീഡിയോസൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മാത്രം കേട്ടോ ഞാൻ ചെയ്യുന്നത്. ചിലപ്പോൾ ആൾക്കാർ എന്നോട് ചോദിക്കും കേട്ടോ, എന്നെ കളിയാക്കാറുണ്ട്, വെറുതെ ആരും കാണാത്ത ചാനലിൽ വെറുതെ എന്തിനാ വീഡിയോസ് ഇട്ടിട്ട് സമയം കളയുന്നതെന്ന്. പക്ഷേ ആരും കണ്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ ഇടുന്നത്. പിന്നെ ആളുകൾ കണ്ട് കമൻ്റൊക്കെ ഇടുമ്പോൾ ഒരു സന്തോഷം, അല്ലാതെ വേറെ ഇതിൽ നിന്ന് പ്രത്യേകിച്ച് എനിക്ക് നേട്ടങ്ങളോ ഒന്നും വേണം എന്ന് ആഗ്രഹിച്ചിട്ടൊന്നും ഇടുന്ന ആളല്ല. സോ എനിക്ക് അതിൽ വിഷമമൊന്നുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് കുറച്ച് അരിയും കൂടി ഒന്ന് എടുത്തിട്ട് കൊടുക്കാം. ഈ ഒരു കപ്പിൽ അളന്നിട്ടാണ് കേട്ടോ നമ്മൾ അരി ഇടുന്നത്. ഇതെനിക്ക് കറക്റ്റ് അളവ് കിട്ടുന്നത്. നമുക്കതൊന്ന് ഇട്ട് കൊടുക്കാം, ഇതിനകത്തോട്ട് ഇറക്കി വയ്ക്കാം. അപ്പം നമുക്ക് താഴോട്ട് പോകുന്ന പേടി വേണ്ട. അപ്പം നമ്മൾ ഇതിന് 1 കപ്പ് അരി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഞാൻ അളന്നിട്ടെന്നും പറഞ്ഞിട്ട് അളന്ന് വെള്ളം ഒഴിച്ച് വറ്റിച്ചെടുക്കാനല്ല, അതുകൊണ്ട് അളന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ചോറ് ചിലപ്പോൾ കൂടിപ്പോവും. നമുക്ക് ഇതിനകത്തോട്ടേ കുറച്ച് അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടാവേ. ഇതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെന്തായി ഒരു സ്മെല്ലൊക്കെ കിട്ടും. കുറച്ചും കൂടി ഒന്ന് അരയാനുണ്ട്, സാരമില്ല. ഇത് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേന് ഇതിനകത്തോട്ട് നമുക്ക് കുറേ മസാലകളൊക്കെ ഇടാനുണ്ട്. കൂടുതലൊന്നും ഞാൻ ചേർക്കുന്നില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കുഞ്ഞ് ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല 1 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ കുരുമുളക് പൊടി കുറച്ച് കൂടുതലിടും. കുറച്ച് കൂടുതൽ മീൻസ് നമുക്ക് എരിവ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മളിട്ട പച്ചമുളകിനും മുളക് പൊടിക്കൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുരുമുളക് ഇടും. കുരുമുളക് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ. ഒരുപാടിട്ടാൽ നല്ല എരിവുണ്ടാവും. സോ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും ഈ മുളകൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ അളവ് എത്രത്തോളം ഉണ്ട്, നമുക്ക് എരി ഓക്കെ ആണോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം കുരുമുളക് ഇടാനായിട്ട്. ഇനിയിപ്പോൾ മുളക് പൊടി ഇഷ്ടമില്ലാത്തവർ, കളർ ഇഷ്ടമില്ലാത്തവർ അത് ഒഴിവാക്കിയിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ടാൽ മതി. കുറച്ച്, ഒരുപാടിടണ്ട. എൻ്റെ വീട്ടിലുണ്ടല്ലോ, എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ അവിയൽ, സാമ്പാർ, മീൻകറി, പച്ചടി, അങ്ങനെ ഈ ഒരു വെജിറ്റബിൾ വെച്ചിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടല്ലോ സദ്യക്കൊക്കെ നമ്മൾ സെറ്റാക്കുന്നത്, അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും. പക്ഷേ ബിരിയാണി ആൾ ഉണ്ടാക്കും, എന്നാലും ബിരിയാണിയിൽ അത്ര സ്പെഷ്യലിസ്റ്റ് ഒന്നും അല്ല. അതായത് എങ്ങനെ ഉണ്ടാക്കണം എന്നൊന്നും കറക്റ്റായിട്ടുള്ള മെത്തേഡൊന്നും അറിയത്തില്ല. പിന്നെ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങൾ അമ്മ ഉണ്ടാക്കിയിട്ടുള്ള ബിരിയാണി കഴിച്ചിട്ടേ. ഈ വീഡിയോ കാണുമ്പോൾ എന്നോട് ചോദിക്കും, നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടത്, എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയത്തില്ല എന്നാരാ പറഞ്ഞത്? സത്യമായിട്ട് അറിയത്തില്ല. അപ്പോൾ എന്താ, നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ഈ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം.
മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക്, അങ്ങനെ എല്ലാ കൂട്ടും തന്നെ ഇറക്കി കൊടുക്കും. ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കണം. നമ്മൾ ചിക്കൻ കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇട്ട് കൊടുക്കാം. ഗൈസ്, നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് ദം ഇടുന്നതും സെറ്റാക്കുന്നതൊന്നും എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റില്ല. നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നാട്ടിൽ നിന്നൊരു കോൾ വന്നു. പിന്നെ എനിക്കത് അറ്റൻഡ് ചെയ്യേണ്ട വന്നു. ആ സമയം കൊണ്ട് ഈ പണികളൊക്കെ ഞാനിങ്ങനെ ഒരു കൈ കൊണ്ട് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ എല്ലാം തീർന്നിട്ടുണ്ട്. എന്തായാലും ദം ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങളെ കാണിച്ചിട്ടേ ഞാൻ ഓപ്പൺ ആക്കുള്ളൂ എന്നാണ് വിചാരിച്ചത്. സോ നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കിയാലോ. എന്താ അവസ്ഥയെന്ന് എനിക്കറിയത്തില്ല. എന്തൊക്കെ കുറവുണ്ടെന്നും അറിയത്തില്ല. കാരണം നമ്മളിങ്ങനെ കോൾ ചെയ്തുകൊണ്ട് കുക്ക് ചെയ്യുമ്പോഴത്തേനും എന്തോ കുറവുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തില്ല. എൻ്റെ ഒരു തോന്നൽ എല്ലാം ഇട്ടിട്ടുണ്ടെന്നുള്ളതാണ്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. വാ ഗൈസ്, അപ്പം നമ്മുടെ ബിരിയാണി ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടായിട്ടിരിക്കുക. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വാ വാ, നല്ല ചൂട് ബിരിയാണി ഓപ്പൺ ആക്കുമ്പോൾ വാ, സൂപ്പർ ബിരിയാണി. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് വിളമ്പെടുക്കാവേ. അപ്പം നമ്മുടെ ബിരിയാണി മസാലയൊക്കെ അടിയിലുണ്ട്. നമ്മുടെ അടിപൊളി സൂപ്പർ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഗൈസ്. ചോറും മസാലയെല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട്. എല്ലാം കൂടി മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. വാവ്, നമ്മുടെ ബിരിയാണി റെഡി.